ചോദ്യം ചെയ്തിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു? എത്ര ശ്രമിച്ചിട്ടും അവൻ അഖിലേഷിന്റെ പേര് പറഞ്ഞില്ല. പിന്നെ ഏതോ ഒരു ബാബുവിന്റെ പേരാ പറയുന്നത്. അത് വെറുതെ നമ്മളെ മിസ്ഗൈഡ് ചെയ്യാനാ. സർ, ഒരു 15 മിനിറ്റ് അവരെ എനിക്ക് വിട്ടുതരണം. അഖിലേഷിന്റെ പേര് ഞാൻ പറയിപ്പിക്കാം. ഹേയ്, അങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് പറയിക്കുന്നതിൽ കാര്യമില്ല. മാത്രമല്ല അത് CBIയുടെ രീതിയല്ല. ഡോക്ടർ ബാബു, ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ അണിമംഗലം ഡോക്ടർ കൃഷ്ണൻ നായരുടെ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, അയാളുടെ പേരെന്താ? ഡോക്ടർ ബാബു. ദൈവമേ, ഞാനതെങ്ങനെ മറന്നു? ഇത്രയും ഇമ്പോർട്ടന്റ് ഒരു ലിങ്ക് സായി എങ്ങനെ മറന്നു? സോറി സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. കം. സായിക്ക് ഡോക്ടർ ബാബുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാണ്. ഡോക്ടർ കൃഷ്ണൻ നായർ കുറെ കാലം അവിടെ ഡോക്ടറായിരുന്നു. എത്ര കാലം? വിട്ടിട്ട് 2-3 വർഷമായി കാണും. അത്രേ ഉള്ളൂ? യെസ് സർ. നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ? അവന്മാരുടെ വാക്ക് മാത്രം കേട്ടിട്ട് വേണോ സർ? അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് കയറി അങ്ങ് ചെല്ലുവോ? കൊള്ളാം. വി ഹാവ് അവർ ഓൺ മെത്തേഡ്സ്. ഓക്കെ, കം ഓൺ. എന്താ ഇരിക്കും? വല്ലാത്ത മേലുവേദന, തലയ്ക്ക് എന്തോ ഒരു പെരുപ്പ്. ടെമ്പറേച്ചർ ഉണ്ടോ എന്നൊരു സംശയം. വൈറലാവും. ശ്വാസം ഒന്ന് വലിച്ചോട്ടെ. ഒന്നുകൂടി വലിച്ചോ. BP ഒന്ന് ചെക്ക് ചെയ്തേ. ഡോക്ടർ, നമ്മൾ അണിമംഗലത്തെ ഡോക്ടർ കൃഷ്ണൻ നായരൊക്കെ ചേർന്നൊരു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുന്നൊന്നും പറയാറായിട്ടില്ല. അല്ല, ഈ അണിമംഗലം ഡോക്ടർ കൃഷ്ണൻ നായരൊക്കെ എങ്ങനെ പരിചയം? ഞങ്ങൾക്കിപ്പോ അവിടെയല്ലേ ജോലി. ജോലിയോ? ജോലി. അണിമംഗലത്ത് ആ പഴയ കേസില്ലേ, ഒരു പെൺകുട്ടി മരിച്ച കേസ്, അത് ഞങ്ങളിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കും. നിങ്ങളാരാ? എന്റെ പേര് സേതുരാമയ്യർ, CBIയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ മരുന്നിനുള്ള കുറിപ്പ് കിട്ടിയെന്ന് എനിക്ക് പോകാമായിരുന്നു. ഡോക്ടർ, പേന അങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചായിട്ട്. ഡോക്ടർ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ, BP ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നോ താങ്ക്സ്. നിങ്ങൾ ആരാ? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം. 3-4 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു രാത്രിയിൽ ഞായറാഴ്ച ചില ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു. അന്ന് അവർ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. താൻ കേട്ടില്ല? മകനാണല്ലേ? അതെ. പാപം, നല്ല പ്രായം. പന്നപ്പട്ടലെ ഒരക്ഷരം മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് CBI ഒരു വശത്ത് നിങ്ങൾ വാ തുറക്കരുതെന്ന് പറയും, മറുവശത്ത് അവർ വാ തുറക്കണമെന്ന് നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? CBIയുടെ ജോലി സംസാരത്തിൽ അവസാനിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ചെയ്തിരിക്കും. അതിനാണ് വന്നത്. അവസാനമായി ഒരവസരവും കൂടി തരാം. 4 വർഷം മുമ്പ് കണ്ടതല്ലേ അവരെ? തിരിച്ചറിയൽ പരേഡ് നടക്കുമ്പോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് തീർത്തും പറഞ്ഞേക്കണം അവരെല്ലാം ഈ വീട്ടിൽ വന്നതെന്ന്. പറയോ? പറയില്ല. കണ്ടിട്ട് ഞെട്ടലൊന്നും വേണ്ട, ഇത് ഞങ്ങളൊരു ടെക്നിക്കാ. സംശയം തോന്നുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോരും. കേട്ടയാളുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ വെയിറ്റ് ചെയ്തത്. എനിവേ, അതൊന്നുമല്ല ഇമ്പോർട്ടന്റ്. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഗുണ്ടകളെ അയച്ചോ നിങ്ങളാണെന്ന്. എന്തിനായിരുന്നു അത്? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഹരിഹരനെ വിരട്ടാൻ വാസുവിനെ ഏർപ്പാടാക്കിയത് ഞാനാണ്. വാസുവിനെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ബാബുവിന്റെ സഹായം തേടി, അത്രേ ഉള്ളൂ. എന്തിനാ അയാളെ ഭീഷണിപ്പെടുത്തിയത്? നിങ്ങൾ, CBI തന്നെയാണ് അതിന് കാരണം. ആ വീടും പറമ്പും ഒക്കെ വിറ്റൊന്ന് സ്വസ്ഥമാകണം. അതിന് നിങ്ങളുടെ അന്വേഷണം ഒരു തടസ്സമാകും. അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടൊന്ന് വിരട്ടി, അത്ര തന്നെ. CBIക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല, കച്ചവടം മുടക്കാനും നടത്താനും. അതിലും കഷ്ടമാണ് ചില സമയത്ത്. അത്തേ പോലെ കടിച്ചു തൂങ്ങി കിടക്കും, ജന്മത്ത് പിടിപിടുകയില്ല. മിസ്റ്റർ കൃഷ്ണൻ നായർ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അണിമംഗലത്തെ മാടമ്പിയായിട്ടോ ഡോക്ടറായിട്ടോ അല്ല. യു ആർ എ സസ്പെക്ട്. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കം ഓൺ, ടെൽ മീ, എന്തിനാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്? വീടും പറമ്പും ഒന്നും വിൽക്കാതെ മറ്റു മാർഗമില്ലെന്ന് കാപ്ര പറഞ്ഞപ്പോൾ CBI അതിനൊരു തടസ്സമാകരുതെന്ന് കരുതി. ഗുണ്ടകൾ ഹരിഹരനെ വിരട്ടുന്നത് 4 വർഷം മുമ്പാണ്. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് കാപ്പർ വരുന്നതും വീട് വിൽക്കാൻ പറയുന്നത്, അല്ലേ? 4 വർഷം മുമ്പ് ദിവ്യദൃഷ്ടിയിൽ തോന്നിയോ കാപ്ര വരുമെന്നും വീട് വിൽക്കാൻ പറയുമെന്നും ഒക്കെ?
ഓക്കെ, ഡോക്ടർ പറയുന്നതൊക്കെ സമ്മതിച്ചു. CBI കച്ചവടം മുടക്കികൾ പ്രശ്നക്കാർ, അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടു. അത് അന്ന്. ഇന്ന് ഈ കേസ് അന്വേഷണം തുടങ്ങിയിട്ട് ഇത്രയും കാലമായി. ഇപ്പൊ ഏത് CBI വരട്ടാനായി ഡോക്ടർ സാർ നേരിട്ട് ഇന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടെന്ന് പറഞ്ഞത്? പറയൂ ഡോക്ടറെ. ഉത്തരം കിട്ടില്ല. സത്യം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ ആണയിടാം. ആ പെൺകുട്ടിയുടെ മരണവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പിന്നെ ഏത് മരണവുമായിട്ടാണ് ബന്ധം? മിസ്റ്റർ കൃഷ്ണൻ നായർ, മൈഥിലി എന്ന പെൺകുട്ടിയുടെ മരണവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയ അന്ന്, ഫ്രം ദ ഡേ 1, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊന്നിൽ അവസാനിക്കില്ലെന്ന്. മൈഥിലിയുടെ മരണത്തിന് ശേഷം പോലീസ് എടുത്ത മൊഴിയിൽ എന്നാരോ പറഞ്ഞു ശങ്കരേട്ടന്റെ ഭാര്യ ഉഷ മരിച്ചതും ഇതുപോലെ എന്തോ കണ്ട് ഭയന്നിട്ടാണ്. ഒരു വീട്ടിൽ ഒരേപോലെ 2 മരണങ്ങൾ. അന്വേഷണത്തിൽ മൈഥിലിയുടെ മരണം സ്വാഭാവിക മരണമല്ല എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഉഷയുടെ മരണത്തെക്കുറിച്ചും സംശയമുണ്ടാവും, അന്വേഷണമുണ്ടാവും. അന്വേഷണമുണ്ടായാൽ അതിന്റെ പിന്നിൽ ആരായിരുന്നുവോ അവർ കുടുങ്ങും. അതുകൊണ്ടാണ് മൈഥിലിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചത്. ഇപ്പൊ ബന്ധം മനസ്സിലായോ? ഇനി പറയും, ഉഷ എങ്ങനെയാ മരിച്ചത്? ഹാർട്ട് അറ്റാക്ക്. എന്തോ കണ്ട് ഭയന്ന് വീണ ഉഷയെ ഹോസ്പിറ്റലിൽ എത്തിച്ച പിന്നെ അറ്റാക്ക് ഉണ്ടായത്. മരിച്ച നാഷണൽ ഹോസ്പിറ്റൽ വെച്ചല്ലേ? അതെ. നമ്മളല്ലേ എന്റെ ഓണർ? അതെ. ആ സമയം താങ്കളും അവിടെ ജോലി ചെയ്തിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ അവരെ ചികിത്സിച്ചത്? അല്ല, അതെ. പിന്നെ എന്തുകൊണ്ടാണ് അവരെ ചികിത്സിച്ചതിന്റെ റെക്കോർഡ്സോ കേസ് ഷീറ്റോ ഒന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ലാതെ പോയത്? എന്ത് സംഭവിച്ചു ആ റെക്കോർഡ്സിന്? ആര് മുക്കി? അവർ ഏത് രീതിയിൽ മരിച്ചാലും ശരി, there is a mystery behind it and you know that. Tell me, അവരെങ്ങനെയാ മരിച്ചത്? ഒരു കയ്യബദ്ധം, മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചു പോയി സാർ. എന്ത് കയ്യബദ്ധം? പെട്ടെന്ന് അവർക്കൊരു ചെസ്റ്റ് പെയിൻ ഡെവലപ്പ് ചെയ്തു. അത് നോർമലാക്കാനുള്ള ശ്രമത്തിനിടയിൽ കൊടുത്ത ഇഞ്ചക്ഷൻ നേരിട്ട് ഹാർട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന അഡ്രിനാലിൻ എന്ന ഇഞ്ചക്ഷൻ. ഇറ്റ് വാസ് എ റോങ് ഡിസിഷൻ. പിന്നീട് അത് മനസ്സിലായത്. താങ്കൾ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ മരണം തെളിഞ്ഞാൽ ഉഷയുടെ മരണവും അന്വേഷിക്കപ്പെടും. അത് ഭയന്ന് തന്നെയാണ് ഗുണ്ടകളെ അയച്ചതും റെക്കോർഡുകൾ നശിപ്പിച്ചതും. ആ വീട്ടിൽ മറ്റൊരാൾക്കും അറിയില്ല പൂജാമുറിയിലുള്ളത് ഉഷയുടെ ആത്മാവാണെന്ന്. ആ വീടും സ്ഥലവും വാങ്ങാൻ ശ്രമിച്ചത് തന്നെ സ്ഥലം സ്വതന്ത്രമായി കൈ കിട്ടിക്കഴിഞ്ഞാൽ തക്ക പരിഹാരം ചെയ്ത് ആ ആത്മാവിന് മോക്ഷം കൊടുക്കാലോ എന്ന് കരുതി. ഡോക്ടർ ബാബു പറഞ്ഞതാ ശരി. അതെ. അല്ലാതെ യാതൊരു ലാഭേച്ഛയില്ല. CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മൈഥിലി കേസിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോ പറയാം ലാഭമോ നഷ്ടമോ എന്ന്. ഭയന്നുള്ള 2 മരണങ്ങൾ ഇതിനോടകം അണിമംഗലത്ത് നടന്നു കഴിഞ്ഞു. അതെ സാർ. ഉഷ ആശുപത്രി വെച്ച്, മൈഥിലി വീട്ടിൽ വെച്ചും. പിന്നെ നമ്മളെ ഭയപ്പെടുത്താനുള്ള ശ്രമം വേറെയും. അല്ല ചാക്കോ, വേലു ഇപ്പൊ പഴുത്ത് കാണോ? പിന്നെ മണം എനിക്ക് ഇവിടെ അടിക്കുന്നുണ്ട് സാർ. വേലുവിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ വീടൊന്ന് പരിശോധിക്കണം. പ്രിഫറബിളി അണിമംഗലത്ത് ആരും ഇല്ലാത്തപ്പോ. വേലുവിനെ CBI സംശയിക്കുന്നു എന്ന് തൽക്കാലം പുറത്താരും അറിയണ്ടല്ലേ സാർ? യെസ്. എല്ലാ മാസവും 3-4 ദിവസം അടുപ്പിച്ച് കുടുംബക്കാരെല്ലാം കൂടെ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട് സാർ. എങ്കിൽ അതാണ് പറ്റിയ സമയം.
ഇതേതോ തിരുവാഭരണമാണല്ലോ. ഇവിടെ ഈ പൂജാമുറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഏത് ക്ഷേത്രത്തിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ അണിമംഗലം ക്ഷേത്രത്തിൽ. കാണാനൊക്കെ ഒരുപോലെ ഉണ്ട്. പക്ഷെ ഇത് സ്വർണ്ണാണോ അത് സ്വർണ്ണാണോ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ എന്നൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണക്കടക്കാരെ തന്നെ കാണിക്കണം. ഈ മാലയും കൊണ്ട് തിരുമേനി ഒന്ന് എന്റെ കൂടെ വരേണ്ടി വരും. വരാൻ വിരോധമില്ല, പക്ഷെ മാനേജർ അനുവദിക്കണം. ഒരു റിക്വസ്റ്റ് തന്നാ കൊടുത്തേക്കാം സാർ. രക്ഷസ് നിവേദിച്ച പായസം ഉണ്ട്, ലേശം എടുക്കട്ടെ. വേണ്ട, ഷുഗർ ഉണ്ടാവും. എനിക്കില്ല, തിരുമേനിക്കോ? അതേ ഉള്ളൂ. ലേഡീസ് ഉണ്ടോ? ഉണ്ടല്ലോ. ചാക്കോ സർ, ഒന്ന് സഹായിക്കുന്നേ. ആർക്കാ സാർ? വൈഫിനല്ലാതെ ആർക്കാ? ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വിക്രം എന്തെങ്കിലും വാങ്ങിക്കുന്നോ? വാങ്ങണമെന്നുണ്ടായിരുന്നു. എന്നാ വൈഫിന്റെ ബർത്ത്ഡേ? സെപ്റ്റംബർ ഒക്ടോബർ ഓർമ്മയില്ല, ഫോൺ ചെയ്ത് ചോദിക്കാം. ഇതൊന്ന് ബില്ല് ചെയ്തേ. പ്ലീസ് കം സർ. തിരുമേനി, ആ തിരുവാഭരണം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതിവരുടെ അമ്പലത്തിലെ തിരുവാഭരണ. ഇതിന്റെ മാറ്റം ഒന്ന് നോക്കണം. ഇതിന്റെ മാറ്റമൊന്നും നോക്കാനില്ല. ഇത് ഒറിജിനൽ 916 ക്വാളിറ്റി തന്നെയാണ്. എന്നാലും നമുക്ക് സംശയം തീർക്കാം. കൃഷ്ണൻ, ഇതൊന്ന് നോക്കി കൊടുക്കൂ. സാർ, ഇത് തനി സ്വർണം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഇത് പ്യുവർ 916 തന്നെയാണെന്ന്. ഇനിതാ ഇതൊന്ന് നോക്കിയ സ്വാമി. ഹൈ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്, വെറും പിച്ചള. പക്ഷെ കാണാൻ ഒരേ മാതിരിയുണ്ട്. അത് ആ പണിക്കാരന്റെ കഴിവ് തന്നെയാണ്. കപ്പിൻ ചുണ്ടിനോടൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേലുവിന് ഒറിജിനൽ കിട്ടാതെ പോയത്. ആരായി ഡ്യൂപ്ലിക്കേറ്റ് വേലൂന് കൊടുത്തത്? സാർ, ഇത് ടെമ്പിൾ ജ്വല്ലറി പെട്ടതല്ലേ? ഒറിജിനൽ ആരാ പണിതെന്ന് പറയാൻ പറ്റുമോ? പറയാം. ഇതിൽ SAR എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മലയാളത്തിലുള്ള കൊല്ലവർഷം. കൃഷ്ണ, അതൊന്ന് നോക്കൂ. കൊല്ലവർഷം 1104 ആണ്ട്. 76 വർഷം പഴക്കമുണ്ട്. കുഴിക്കാവില് ഒരു SAR ജ്വല്ലറി ഉണ്ട്. വളരെ പഴക്കമുള്ള കടയാണ്. ഒരു പത്മനാഭൻ ആചാര്യ അതിന്റെ ഉടമസ്ഥൻ. ഉദ്ദേശം ഇതിന് എന്ത് വില മതിക്കും? തൂക്കത്തെക്കാൾ ഇതിന്റെ പഴമയ്ക്കാ വില, കൂടാതെ ഈ രത്നങ്ങളുടെ വില. കറക്റ്റ് ബയ്യർ ആണെങ്കിൽ 60 70 ലക്ഷം വരെ കിട്ടാം. എന്താ? ആചാര്യോട് ഒരു വട്ടം സംസാരിക്കാനുണ്ട്. ഈ പഴയ ആഭരണങ്ങൾ വാങ്ങുന്ന ഏർപ്പാട് എനിക്കുണ്ടെന്ന് ആരാ പറഞ്ഞത്? പഴയ ആഭരണങ്ങള് പലരിൽ നിന്നും ആചാര്യ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അതിലൊരാളാണെന്ന് കൂട്ടിക്കോളൂ. ഇത് അണിമംഗലത്തില്ലേ? അവിടുത്തെ ആഭരണങ്ങള് ഏതോ അമ്പലത്തില്. ഹൈ, അതേ അമ്പലത്തിലെ മേശാന്തിയാണ് ഇദ്ദേഹം. ഞാൻ കീശാന്തി. കാര്യകാരണം ഒന്നും തിരക്കണ്ട, ഞങ്ങൾക്ക് ഇത്തിരി പൈസക്ക് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാ ഈ ഏർപ്പാടിന് വന്നത്. ഇതുപോലെ വരുന്നവരോട് ഞാൻ കാര്യവും കാരണം തിരക്കാറില്ല. എനിക്ക് കച്ചവടം മുഖ്യം. എന്ത് വില കിട്ടും? തൂക്കവും മാറ്റം നോക്കാതെ ഞാനൊരു വില പറയാം. 15 ലക്ഷം. ഇത്രയും കൂടുതൽ പറയാൻ കാരണം ഈ മാല എന്റെ അപ്പൂപ്പൻ പണിതുകൊണ്ടാ. അല്ലെങ്കിൽ 10 കൂടില്ല. വില പേശണില്ല. 25 കിട്ടണം. 25? 17. അതിൽ കൂടുതലാണെങ്കിൽ വേണ്ട. 20. അതിൽ കുറഞ്ഞാ പറ്റില്ല. ഇട്ടിയാസു, പോകാം. ഇരിക്ക് തിരുമേനി, ഇരിക്കേ. 20 പണം എപ്പോഴാ വേണ്ടത്? എത്ര വേഗാച്ചാൽ അത്രയും നല്ലത്. പിന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം. ഉടമസ്ഥൻ അമ്പലത്തിൽ വന്ന് നോക്കുമ്പോ കാണണ്ടേ? ഒറിജിനൽ പോലെ ഇരിക്കണം, ഡ്യൂപ്ലിക്കേറ്റും. ഇതിന്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് പിടിച്ചോളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ഫോട്ടോ ഒന്നും വേണ്ട. ഇത് എന്റെ അപ്പൂപ്പൻ ഉണ്ടാക്കിയല്ലേ. ഇതിന്റെ മോൾഡ് ഇവിടെ തന്നെ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് വന്നോളൂ. ഓ, കറങ്ങി തിരിഞ്ഞ് അവസാനം ഇത് എന്റെ അടുത്ത് തന്നെ എത്തി. വരൂ.
കയറിക്കോളൂ. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ പോലും തോൽക്കും. അത് തോന്നിയാ മതി. ഒരല്പം മെഴുക്കും കരിപ്പൊടിയും ചേർത്ത് പൂശിയ പഴക്കവും തോന്നും. അതൊക്കെ ഞങ്ങൾ ഏറ്റു. അല്ല, ഒറിജിനൽ എവിടെ? കൊടുക്കുക. ഞങ്ങളൊരു 4-5 പേർ കൂടെ സ്ഥലം കാണുമോ? ആരാ? എന്തു വേണം? എനിക്ക് തന്നെ വേണം. വളരെ നന്ദിയുണ്ട്. തിരുമേനിമാരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ കയ്യും കളവിടെ പിടിക്കാനും പറ്റില്ലായിരുന്നു, തെളിവും കിട്ടില്ല. ചാക്കോ, തിരുമേനിമാർ ഇങ്ങോട്ട് ഇറങ്ങിയ ഇവനെ ഞാൻ കുടലോടങ്ങ് കൊണ്ടുപോകാനും. ഇയാളെ അറിയുമോ? ഇയാളെയാണോ അന്ന് രാത്രി അണിമംഗലത്ത് വെച്ച് കണ്ടത്? അതെ സാർ. വരൂ. വേലു വലിയ കാളി ഭക്തനാണല്ലേ? ഏത് നേരവും വേലുവിന്റെ നെറ്റിയിൽ കുങ്കുമവും കുറിയും കാണും, അല്ലേ വേലു? സാരക്കുമുണ്ട് നെറ്റിയിൽ. ഞാൻ ചെറിയ ഭക്തൻ. വേലുവിന് കാപ്പി, ചായ ഒന്നുമേ വേണ്ട സാർ. താങ്ക്സ്. ഈ മാല ഏതാ വേലു? ഇതണിമംഗലത്തെ തിരുവാഭരണം കോവിലി കൊടുത്തത്. ഇത് സാറിന്റെ കയ്യിൽ എപ്പടി വന്നു? ഇത് വേലുവിന്റെ കയ്യിൽ എപ്പടി വന്നു? ഭദ്രമായി പൊതിഞ്ഞ് കാളിയുടെ പടത്തിന് പുറകെ വെച്ചിരുന്നില്ലേ? അത് തന്നെ ഇതാരാ തന്നത്? ഇയാളാണോ SAR ജുവലറിയുടെ ഓണർ പത്മനാഭനാചാര്യ? അറിയില്ലേ വേലു? തനിക്കറിയാവടോ ഇയാളെ? അറിയാം. എങ്ങനെ അറിയാം? ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയും കുറെ ഉറുപ്പികയും ഞാൻ വേലുവിന് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അത് അണിമംഗലത്തുള്ള ഇതിന്റെ ഒറിജിനലിന് വേണ്ടി. ഉറുപ്പിക എന്ന് പറഞ്ഞു. എത്ര കൊടുത്തു? 8 ലക്ഷം കൊടുത്തു. ഒരുമിച്ച് കൊടുത്തോ അതോ പലപ്പോഴായി. ഇതിനൊക്കെ എന്തെങ്കിലും രേഖയുണ്ടോ? പണം കൊടുത്തതിന് പുറമെ 18 സെന്റ് ഭൂമി ഇയാൾക്ക് ആധാരാക്കി കൊടുത്തു. അതിന്റെ രേഖയുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒറിജിനൽ കിട്ടിയോ? ഇല്ല. അതെന്താ? തരാന്ന് ഏറ്റതിന് ഇടയ്ക്ക അവിടെ ഒരു പെൺകുട്ടിയുടെ മരണം നടന്നത്. പിന്നെ അതെല്ലാം അമ്പലത്തിലേക്ക് മാറ്റി. കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയോ? കാശ് കിട്ടിയില്ല. സ്ഥലം മടക്കി തന്നു. താൻ എന്നാ വേലുവിന് മാല കൊടുത്തത്? 4 വർഷമായി. കൃത്യ ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താണ്? അണിമംഗലത്ത് ഒരു പെൺകുട്ടിയുടെ മരണം നടന്നില്ലേ ആ രാത്രിയില്? അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാമോ? വേലൂര് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. 5.5 അടിയിലധികം ഉയരമുള്ള ആ പെൺകുട്ടി 2.5 അടി വീതിയുള്ള സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കൃത്യമായി താഴെ വന്ന് വീഴുക? ഒരിക്കലും നടക്കില്ല വേലു. എങ്ങനെ വീണാലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഴില്ല. ഈ സ്റ്റെപ്പിനോട് ചേർന്ന് ദാ ഇതുപോലെ ഒരിക്കലും കിടക്കില്ല. ഇനി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. വേലു പറഞ്ഞതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടല്ല ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. മറിച്ച് ഈ വീടിന്റെ തന്നെ മറ്റേതോ ഭാഗത്ത് വെച്ച് അവൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടു. അതല്ലേ സത്യം? ഇനിയും താൻ നുണ പറഞ്ഞാൽ കൂഴച്ചക്കയേക്കാൾ കൂടുതൽ കൊടയും. നടന്ന എന്താണെന്ന് പറയൂ. എവിടെ വെച്ച് എങ്ങനെ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു? സൊല്ലു വേലു, സൊല്ലപ്പാ. സാറ് പറഞ്ഞത് ശരിയാ. എന്റെ രൂപം കണ്ട് ഭയന്ന് അവൾ ഓടി. പക്ഷെ സ്റ്റെപ്പിൽ വീണില്ല. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഓടി.
എന്നിട്ട് എന്ത് ചെയ്തു? ഭയന്ന് ബാലൻസ് തെറ്റി വീണ് മരിച്ചതാണെന്ന് ആളുകൾക്ക് തോന്നാൻ അവളെ ഇവിടെ സ്റ്റെപ്പിന്റെ സോട്ടിലിട്ട് പിന്നെ നേരെ കുളത്തിൽ പോയി കുളിച്ച്. ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ വേലു. കുറച്ച് ശരി, കൂടുതൽ നുണ. അല്ല സാർ. ആണ് സാർ. അതുകൊട്ടെ, പൂജാമുറിയിലിരുന്ന് മാലയെടുക്കാൻ വേലു എങ്ങനെയാ വീടിനുള്ളിലേക്ക് കയറിയത്? இந்த കോവണിയിലൂടെ. കോണിപ്പടി ഉണ്ടായാൽ മാത്രം പോരല്ലോ, അകത്ത് കിടക്കാൻ വാതിൽ വേണ്ടേ? വാതിലിருக்கு സാർ. ആ വാതിൽ തുറന്നിരുന്നു. ഉവ്വ് സാർ. വേലുവിന് വേണ്ടി അന്ന് രാത്രി ആ വാതിൽ തുറന്നു ആരാ? പറ. വേലു വരുന്നു എന്നറിഞ്ഞ് ആരാണ് ആ വാതിൽ തുറന്നിട്ടത്? ഈ വീട്ടിൽ ആരാ വേലുവിന്റെ സഹായി? വേലു ആരെയാ രക്ഷിക്കാൻ ശ്രമിക്കുന്നു? വേലു, ഈ വീട്ടിൽ ആരാ നിന്റെ സഹായി? പറ വേലു. പറയാം. മൈഥിലി എന്തോ വേഷം കെട്ടി പേടിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വേഷം കെട്ടി പേടിപ്പിച്ചിട്ടുണ്ടോ? ശങ്കരേട്ടന്റെ ഭാര്യ ഉഷയെ. കൃഷ്ണൻ നായർ പറഞ്ഞു ഉഷയെ പേടിപ്പിക്കാൻ, അല്ലേ? വേലുവിന് കൃഷ്ണൻ നായർ എങ്ങനെ അറിയാം? എന്നെ അണിമംഗലത്ത് കൊണ്ട് ചേർത്തത് കൃഷ്ണൻ സാറാണ്. പണ്ട് ഇടയ്ക്ക് പൈസ ഒക്കെ തരാറുണ്ടോ? തരും. ഉഷയെ ഭയപ്പെടുത്തിയാൽ എന്ത് തന്നു? 500 രൂപ. ഉഷയുടെ മരണം മെഡിക്കൽ നെഗ്ലിജൻസോ വെറും കയ്യബദ്ധമോ അല്ല, മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച കൊലപാതകമായിരുന്നു. വളരെ സമർത്ഥമായി നിങ്ങൾ വേലുവിനെ ഉപയോഗിച്ചു. വീഴ്ചയിൽ ആ സ്ത്രീ മരിക്കാത്തതുകൊണ്ട് ആ കർമ്മം നിങ്ങൾ നേരിട്ട് നിർവഹിച്ചു, അല്ലടോ? എന്ത് ലാഭത്തിന് വേണ്ടിയാ നിങ്ങളത് ചെയ്തത്? അണിമംഗലം കുടുംബത്തിന്റെ ഭൂരിഭാഗം സ്വത്തിന്റെയും, അതായത് 70% അവകാശി ശങ്കരേട്ടനാണ്. ശങ്കരേട്ടനാണെങ്കിൽ കുട്ടികളില്ല, ഭാര്യ നിത്യരോഗി. അവരെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയാൽ... അതല്ല, ഉഷ അവരുടെ അടുത്ത ബന്ധത്തിൽ നിന്നൊരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അവര് വളരെയേറെ നിർബന്ധിച്ചത് കൊണ്ടാണ് ശങ്കരേട്ടൻ അതിന് സമ്മതിച്ചത്. അതോടെ 70% സ്വത്തിനും പുതിയ നാഥനായി. ആകെ ഒരു ശല്യം ആ സ്ത്രീ ആയിരുന്നില്ലേ? ആ ശല്യം കൂടെ നീങ്ങി കിട്ടിയാൽ ശങ്കരേട്ടനെ തുള്ളിക്കാനുള്ള താളമൊക്കെ ഡോക്ടർക്ക് അറിയാം. ഹോസ്പിറ്റലോ റിസോർട്ടോ ചുളുവിലേക്ക് എന്താ സഹായിച്ചുകൂടാത്തത്?
എന്തൊരു ജാതകമാണോ തന്റെയൊക്കെ. ഇനി പറ, മൈഥിലിയുടെ മരണവുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? സത്യമായിട്ട് ഒരു ബന്ധവുമില്ല സാർ. ചാക്കോ, ഗെറ്റ് ഗോയിങ്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഞങ്ങളോടൊപ്പം ഒന്ന് വരണം. എന്താ കാര്യം? അതൊക്കെ പറയാം, ഞങ്ങളെ ഫോളോ ചെയ്താൽ മതി. CBIക്ക് കിട്ടിയ വിവരം അനുസരിച്ച് മരണം നടന്ന ദിവസം രാത്രി അണിമംഗലത്തുണ്ടായിരുന്നത് 5 പേരാണ്. അതിൽ മൈഥിലിയെ ഒഴിവാക്കിയാൽ ബാക്കി അനിത, രശ്മി, ലക്ഷ്മി അമ്മ, മായ. ഈ പറഞ്ഞ 4 പേരുടെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരുടെയെങ്കിലുമോ സഹായം ഈ കേസിലെ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട്. CBIക്ക് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ അതാരാണെന്ന് തിരിച്ചറിഞ്ഞേ മതിയാവും. നിങ്ങൾ പോലീസിലോ CBIക്കോ കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ മറന്നുപോയതോ വിട്ടുപോയതോ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതോ ആയ എന്തെങ്കിലും കാര്യങ്ങൾ അന്ന് രാത്രി നടന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഷുവർ? ഷുവർ. വെരി ഗുഡ്. ഒരു ചോദ്യം ശങ്കരേട്ടനോട് ചോദിക്കാനുണ്ട്. ആ ദിവസം ശങ്കരേട്ടൻ എപ്പോഴാ തിരുവനന്തപുരത്ത് നിന്ന് വന്നത്? രാവിലെ. അല്ല, ഉച്ചയ്ക്ക്. അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊട്ടെ. അണിമംഗലത്തെ ദോഷം കൊണ്ട് പലരും മരിച്ചെന്ന് പറഞ്ഞല്ലേ? ആരൊക്കെയാ അവര്? സാമ്പിയായിലുള്ള അനിയത്തിയുടെ മകൻ, ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ ആ പെൺകുട്ടി. ഒരു പേര് വിട്ടുപോയല്ലോ, ശങ്കരേട്ടന്റെ ഭാര്യ ഉഷ. അത് വിട്ടു. ലക്ഷ്മി അമ്മയുടെ ഹസ്ബൻഡ് അല്ലേ ഒരു ആക്സിഡന്റ് പെട്ട് മരിച്ചത്? അതെ. മരിക്കുമ്പോ അളിയൻ വലിയ കടബാധ്യതക്കാരനായിരുന്നു അല്ലേ? അതെ. എങ്ങനെയാ വലിയ കടക്കാരനായത്? അറിയാൻ പാടില്ലാത്ത പല ബിസിനസ്സും ചെയ്ത് ഒക്കെ തൊലച്ചു. അച്ഛന്റെ സ്വത്തും സമ്പാദ്യവും അണിമംഗലത്തെ അമ്മയുടെ ഷെയറും എല്ലാം പോയി. ഇവൻ വെറുതെ കൊടുത്ത 5-6 ലക്ഷവും കളഞ്ഞു. പിന്നെ കടം വാങ്ങാൻ തുടങ്ങി അല്ലേ? അതെ. മായ എന്തെങ്കിലും സഹായം ചെയ്തിരുന്നോ? അച്ഛന് വേണ്ടി ഇവളും കുറെ കടം വാങ്ങി. ആരിൽ നിന്ന്? ഫ്രം മൈ ഫ്രണ്ട്. അതാരാ ഫ്രണ്ട്? അഖിലേഷ്. അഖിലേഷ് ഓട്ടോ ഫൈനാൻസ്, അഖിലേഷ് ഫൈനാൻസ്, അഖിലേഷ് എക്സ്പോർട്സ്. അഖിലേഷ് ആണോ പണം തന്നത്? അതെ. എന്നിട്ട് ആ പണം തിരികെ കൊടുത്തോ? കൊറേ കൊടുത്തു. തിരികെ കൊടുക്കാൻ എവിടെ നിന്ന് പണം കിട്ടി? ആര് തന്നു? ഇയാളാണോ പണം തന്നത്? ഇയാളെ എനിക്കറിയില്ല. ഞാൻ പണം വേലുവിന്റെ കയ്യിലെ കൊടുത്ത്. വേലു വഴിയാണോ പണം കടം വാങ്ങിയത്? അല്ല. പിന്നെ കടം വിട്ടാനുള്ള പണം ഇവിടുന്ന് കിട്ടി. ആചാരി കൊടുത്ത പണം വേലു വഴി വാങ്ങിയിട്ടുണ്ട്, കടം തീർത്തിട്ടുണ്ട്. അല്ല സാർ, ഒരു ഡൗട്ട്. ആളെ നേരിട്ടറിയാതെ പരിചയമില്ലാതെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇക്കാലത്ത് ആരെങ്കിലും കടം കൊടുക്കുമോ? സെക്യൂരിറ്റി ഇല്ലെന്നാര് പറഞ്ഞു? സെക്യൂരിറ്റി ഇല്ലേ ആചാരി? ശരി, മായ വാങ്ങിയില്ല. വേറെ ആരെങ്കിലും വാങ്ങിയോ? ഇവരിങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ ചാക്കോ? മിണ്ടിയെ തീരൂ സർ. ചാക്കോ,
അതിഞ്ഞടുത്ത് മൈഥിലി മരിച്ച ദിവസം ലോക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ എടുത്ത ഫോട്ടോസാ ഇതെല്ലാം. എന്തിനാ വിരലിൽ ഇതുപോലെ സാരി ചുറ്റിയിരിക്കുന്നത്? എന്തെങ്കിലും മറയ്ക്കാനാണോ ലക്ഷ്മിയമ്മേ? എന്ത് മറയ്ക്കാൻ? ഇത് മറയ്ക്കാൻ. ഈ മുറിവ് എങ്ങനെ ഉണ്ടായി? ഈ സംഭവം നടക്കുന്നതിന് 3-4 ദിവസം മുൻപ് കറിക്കോ മറ്റോ നുറുക്കുമ്പോ കത്തി കൊണ്ട് മുറിഞ്ഞതാ. അതെന്ന് പോലീസ് ചോദിച്ചപ്പോ ഞാൻ പറയുകയും ചെയ്തു. 3-4 ദിവസം എന്ന് പറയുമ്പോ മൈഥിലി മരിക്കുന്നതിന് മുമ്പ്, അനിതയും കൂട്ടുകാരികളും മണിമംഗലത്ത് എത്തുന്നതിന് മുമ്പ്. അതെ. ഉറപ്പ്? അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഫോട്ടോ ഒക്കെ എന്തെടുത്തതാ? കുട്ടികൾ അണിമംഗലത്ത് വന്നപ്പോ എടുത്തതാ. അതായത് മൈഥിലി മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എടുത്തത് അല്ലേ? അതെ. എന്നിട്ടെന്തേ ആ ഫോട്ടോയിൽ കാണുന്ന വിരലിൽ 3-4 ദിവസം മുമ്പുണ്ടായ മുറിവോ പ്ലാസ്റ്ററോ ഇല്ലാത്തത്? 3-4 ദിവസം മുമ്പുണ്ടായ മുറിവ് പെട്ടെന്ന് എങ്ങനെ അപ്രത്യക്ഷമായി? അടുത്ത ദിവസം വീണ്ടും ആ മുറിവ് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? മുറിവ് എപ്പോഴും ഉണ്ടായത് എനിക്ക് നല്ല ഓർമ്മയില്ല. ചിലപ്പോ ആ കുട്ടി മരിച്ച ദിവസം രാവിലെ ആയിരിക്കും സാർ. ചിലപ്പോ ഒന്നുമല്ല, പെൺകുട്ടി മരിച്ച അന്ന് തന്നെയാണ് മുറിവുണ്ടായത്. അത് എങ്ങനെ ഉണ്ടായി? അതാണ് ചോദ്യം. അത് എനിക്ക് നല്ല ഓർമ്മയില്ല. ഞാൻ ഓർമ്മിപ്പിക്കാം. സ്വന്തം വീട്ടിലും വീട്ടിനടുത്തും ആവശ്യത്തിന് ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും ഉണ്ടായിട്ടും എന്തിനാ ലക്ഷ്മിയമ്മയെ 22 കിലോമീറ്റർ ദൂരെയുള്ള കരുണ ഹോസ്പിറ്റലിൽ പോയി ഈ മുറിവിന് ചികിത്സിച്ചത്? 1.5 മാസത്തോളം നിങ്ങളെ ചികിത്സിച്ച ഡോക്ടർ മനോഹരൻ നിങ്ങളെയും നിങ്ങളുടെ കൂടെ അന്ന് കൂട്ടിനുവന്ന വേലുവിനെയും ഇന്നും നന്നായി ഓർക്കുന്നു. ഡോക്ടർ മനോഹരൻ നിങ്ങൾക്ക് എഴുതി തന്ന പ്രിസ്ക്രിപ്ഷനായത്. വേലുവിന്റെ വീട് പരിശോധിച്ചപ്പോ കിട്ടിയതാ. ഒന്നര മാസത്തോളം ചികിത്സിക്കാൻ തക്ക വണ്ണം എന്ത് മുറിവാണ് ആ വിരലിൽ ഉണ്ടായിരുന്നത്? എന്തോ കള്ളത്തരം മറയ്ക്കാനല്ലേ അത്ര ദൂരം പോയത്? യഥാർത്ഥത്തിൽ അന്ന് രാത്രി എന്താ സംഭവിച്ചത്? ഇനി പറയൂ ലക്ഷ്മിയമ്മേ, അന്ന് രാത്രി നടന്ന സംഭവത്തിൽ നിങ്ങളുടെ പങ്കെന്തായിരുന്നു? മകള് വാങ്ങിയ കടം തീർക്കാൻ വേലു വഴി ആചാര്യയിൽ നിന്നും പണം ഞാനാ വാങ്ങിയത്. അത് തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ പകരം തിരുവാഭരണം വേണമെന്ന് ആചാര്യൻ നിർബന്ധിച്ചു. ആ രാത്രി തിരുവാഭരണം കൊടുക്കാനുള്ള അവസാന ദിവസമായിരുന്നു. ആചാരി കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ആഭരണവുമായി വേലു വന്നപ്പോ പൂജാമുറിയിലിരുന്ന ഒറിജിനലും എടുത്തുകൊണ്ട് പുറത്തെ സ്റ്റെപ്പ് വഴി ഞാൻ മുറ്റത്തേക്ക് വന്നു. പ്രദീപിനോടല്ലേ ഞാൻ പറഞ്ഞത് വരണ്ടാന്ന്? പ്ലീസ് വരണ്ട, വേണ്ട. വിധവയായ സ്ത്രീ, പ്രായമായ മകൾ, അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിലെ അംഗമായ ഞാൻ അർദ്ധരാത്രി വീട്ടിലെ ജോലിക്കാരനുമായി കാണപ്പെട്ടാൽ ഞാൻ എത്ര സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എത്ര തേച്ചാലും മായ്ച്ചാലും അതുകൊണ്ടുണ്ടാകുന്ന അപമാനം തീരില്ല. ആ സമയത്ത് എനിക്ക് മറ്റൊന്നും തോന്നിയില്ല. തിരുവാഭരണം കൈമാറുന്നത് മൈഥിലി കണ്ടു കാണുമെന്നതിനേക്കാൾ ഞാൻ ഭയന്നത് തെറ്റിദ്ധാരണ മൂലമുണ്ടാകുന്ന അപമാനത്തെയാണ്. ഒന്ന് ചോദിച്ചോട്ടെ,
മൈഥിലിക്ക് പകരം ആ കാഴ്ച കണ്ടത് നിങ്ങളുടെ സ്വന്തം മകളായിരുന്നെങ്കിൽ നിങ്ങൾ അവളെയും കൊല്ലുമായിരുന്നു. തെറ്റ് തെറ്റ് തന്നെയാണ്, എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും. ഉഷയെ വേഷം കെട്ടി പേടിപ്പിച്ചതിന് 500 രൂപ കിട്ടി. ഈ സംഭവത്തിൽ വേഷം കെട്ടി പേടിപ്പിച്ചതിനും കണ്ട സത്യം മറച്ചു വെച്ചതിനും കൊലയ്ക്ക് കൂട്ടുന്നതിനും കൂടി എത്ര കിട്ടി? 5000 രൂപ കിടച്ചാച്ചു സാർ. അപ്പൊ ഇൻക്രിമെന്റ് ഉണ്ട്. ലക്ഷ്മിയമ്മേ, ഈ കേസ് തെളിയിക്കപ്പെടണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. ഇങ്ങനെ ഒന്ന് ഒരു കേസിന്റെ മർമ്മപ്രധാനമായ തെളിവായി തീരുന്നത് CBIയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ഇത് ദൈവത്തിന്റെ അടയാളമാണ്, എ സൈൻ ഓഫ് ഗോഡ്. പൂജയൊക്കെ കഴിഞ്ഞു, എല്ലാം ഭംഗിയായി കഴിഞ്ഞു. കാക്ക തന്നെ വന്ന് എല്ലാം നടത്തി തന്നു. ഉഷമ്മയ്ക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങളും ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഈ കേസ് എങ്ങനെ എവിടെ ആരംഭിച്ചൊന്നും എവിടെ എങ്ങനെ അവസാനിച്ചൊന്നും ഇപ്പൊ സായിക്ക് മനസ്സിലായില്ലേ? ഇല്യൂഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മൈൻഡ് ആൻഡ് ഫാക്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വിസ്ഡം. ചിലപ്പോ മനസ്സ് ബുദ്ധിയുടെ വേഷമണിയും, അത് സൂക്ഷിക്കുക. പ്രേതവും ദോഷവും ഒക്കെ മാറിയ സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിക്കണം. മനസ്സിലായില്ലേ? കല്യാണം അതും തീരുമാനിച്ചു സാർ. അടുത്ത മാസം 26-ന് അണിമംഗലം ക്ഷേത്രത്തിൽ വെച്ച് സാറിനോട് ആദ്യം പറയുന്നത്. അപ്പൊ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് വരും അല്ലേ? വിഷ് യു ഓൾ ദ ലക്ക്. താങ്ക് യു സർ.